So welcome back to new video. Illustration 6.1 സിക്സ് കിങ്ഡം ഡൊമൈൻ എന്നുള്ള ആ ഭാഗത്തു നിന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഫേസ് നമ്മൾ പഠിച്ചായിരുന്നു. ബാക്ടീരിയയെക്കുറിച്ചും ആർക്കിയയെക്കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് കിങ്ഡം ഡൊമൈനിലെ മൂന്നാമത്തെ കിങ്ഡമായിട്ടുള്ള യൂക്കാരിയയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അല്ലെങ്കിൽ 17ാമതായിട്ട് ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇലിസ്ട്രേഷനിൽ നമുക്ക് ആകെ തന്നിരിക്കുന്നത് പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജീവജാലത്തിൻ്റെ ചിത്രം മാത്രമാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അല്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വി വിൽ കം ടു നോ ലിറ്റിൽ ഡീറ്റെയിൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, വാട്ട് ഈസ് പ്രോട്ടിസ്റ്റ? അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, എന്താകുന്നു പ്രോട്ടിസ്റ്റ എന്നുള്ളതാണ് നമ്മളോടുള്ള ആ ചോദ്യം. ഓക്കെ, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? എ പ്രോട്ടിസ്റ്റ ഈസ് എ യുക്രിയോട്ടിക് യൂണിസെല്ലുലർ ഓർഗാനിസം. അതായത് നമ്മൾ മനസ്സിലാക്കുക, പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഒരു യുക്രിയോട്ടിക് യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പം നിങ്ങൾക്കറിയാം യുക്രിയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. യുക്രിയോട്ടിക് എന്ന് വെച്ചാൽ എനി സെൽ ഓർ ഓർഗാനിസം ദാറ്റ് പോസസ് എ ക്ലിയർലി ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അതായത് ഏതെങ്കിലും ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതിനെ നാം എന്ത് വിളിക്കുന്നു? യുക്രിയോട്ടിക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു യുക്രിയോട്ടിക് സെല്ലാണ്. അത് രണ്ടാമതായിട്ട് അതൊരു യൂണിസെല്ലുലർ ഏകകോശ ജീവിയാണ്, ഓർഗാനിസം ആണ്, അതായത് ഏകകോശ ജീവിയാണ്. ജനറലി ഇറ്റ് ഈസ് അക്വാട്ടിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. സാധാരണയായി ഇതിനെ കാണുന്നത് എവിടെയാണ്? ജലത്തിലാണ് കാണപ്പെടുന്നത്. അക്വാട്ടിക് എന്ന് വെച്ചാൽ ജലത്തിൽ, ആൻഡ് മൈക്രോസ്കോപ്പിക് അതായത് സൂക്ഷ്മജീവിയാണ്. മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രമാണ് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് ഹാസ് എ ന്യൂക്ലിയസ്. ഇതിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, പ്രോട്ടിസ്റ്റാസ് ആർ നോട്ട് കൺസിഡേർഡ് പ്ലാന്റ്സ്. ഈ പ്രോട്ടിസ്റ്റ എന്താണ് പറയുന്നത്? പ്ലാന്റുകളായിട്ട് അല്ലെങ്കിൽ വൃക്ഷങ്ങളായിട്ട് അതിനെ കണക്കാക്കുന്നില്ല. അതുപോലെ തന്നെ അനിമലായിട്ടും അല്ലെങ്കിൽ അതിനെ ഒരു മൃഗമായിട്ടും കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു അനിമലായിട്ടും കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഒരു ഫംജൈ ആയിട്ടും കണക്കാക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 18ാമത്തെ ചോദ്യം. വാട്ട് ആർ ഫംജൈ എന്നുള്ളതാണ് നമ്മളുടെ അടുത്തുള്ള ചോദ്യം. വാട്ട് ആർ ഫംജൈ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഫംജൈ ഈസ് എനി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് യുക്രിയോട്ടിക് ഓർഗാനിസം. അതായത് ഫംജൈ എന്ന് പറയുന്നത് എനി മെമ്പർ ഓഫ് ദ യുക്രിയോട്ടിക് ഓർഗാനിസം. യുക്രിയോട്ടിക് ഓർഗാനിസത്തിലുള്ള അല്ലെങ്കിൽ യുക്രിയോട്ടിക് ജീവജാലങ്ങളിലുള്ള ഏതൊരു മെമ്പറിനെയും നമ്മൾ ഫംജൈ എന്ന് പറയാം. ദാറ്റ് ഇൻക്ലൂഡ്സ് മൈക്രോ ഓർഗാനിസം സച്ച് ആസ് ഈസ്റ്റ് ആൻഡ് മോൾഡ്സ്. അതായത് നമുക്ക് പറയാം എന്താണ് ഈ ഫംജൈൽ ഉൾപ്പെടുന്നതാണ് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മജീവിയായിരിക്കുന്ന ഈസ്റ്റ് അല്ലെങ്കിൽ മോൾഡ്സിനെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലിയ ജീവിയായിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ഇതായിട്ടിരിക്കുന്ന ഫംജൈ ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? മഷ്റൂം അല്ലെങ്കിൽ കൂണുകളെയും നമുക്ക് പറയാവുന്നതാണ്. ഇനി 19ാമത്തെ ചോദ്യം. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യുക്കരിയയിൽ 4 കിങ്ഡംസ് ആണുള്ളത്. പ്രോട്ടിസ്റ്റ, ഫംജൈ, അത് കഴിഞ്ഞുള്ളത് പ്ലാന്റേ എന്നുള്ള കിങ്ഡമാണ്. അപ്പം നമ്മൾ നോക്കുവാണ് വാട്ട് ഈസ് പ്ലാന്റേ. 19ാമത്തെ ചോദ്യം. പ്ലാന്റേ ഓർ പ്ലാന്റ് കിങ്ഡം ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഫോർ ഓൾ പ്ലാന്റ്സ് ഓൺ എർത്ത്. അതായത് പ്ലാന്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ പ്ലാന്റുകൾക്കും അല്ലെങ്കിൽ ചെടികൾക്കും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള പേരാണ് എന്ത് പറയുന്നത്? പ്ലാന്റേ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസം. ഇതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉൾപ്പെടുന്നു. ഫ്രം സിംഗിൾ സെൽഡ് ആൽഗെ ടു ജൈൻറ്റ് ട്രീസ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകകോശമുള്ള ആൽഗെ മുതൽ വലിയ മരം വരെ എന്താണ് ഈ പ്ലാന്റേയിൽ ഉൾപ്പെടുന്നു. ദേ ആർ യുക്രിയോട്ടിക്, ഓട്ടോട്രോപ്പിക് ആൻഡ് ഹാവ് എ റിജിഡ് സെൽ വാൾ. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവ യുക്രിയോട്ടിക് ആണ്, അതായത് സെല്ലിന് എല്ലാ ഘടകങ്ങളും സെല്ലിലുണ്ടായിരിക്കും. ഓട്ടോട്രോപ്പിക് അതായത് സ്വയം ആഹാരത്തെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ആൻഡ് ഹാവ് എ റിജിഡ് സെൽ വാൾ. അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു കോശഭിത്തി ഉണ്ടായിരിക്കും അവയുടെ സെല്ലുകൾക്ക്. പ്ലാന്റ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. അതായത് പ്ലാന്റിനകത്ത് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. അതിന് ഗ്രീൻ കളറാണ് ക്ലോറോഫിനുള്ളത്. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് ആഹാര ഉൽപാദനത്തിന് അത് ഏറ്റവും അനിവാര്യവുമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ യുക്കരിയയിലുള്ള 4ാമത്തെ
കിങ്ഡമായിട്ടുള്ളത് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡമാണ്. ഓക്കെ, അനിമാലിയയിൽ എന്തൊക്കെയാണ് കാണുന്നത്? അനിമാലിയസ് ആർ മൾട്ടി സെല്ലുലർ യുക്രിയോട്ടിക് ഓർഗാനിസം. അനിമാലിയ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടി സെല്ലുലർ, അതായത് ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള യുക്രിയോട്ടിക്, സെല്ലിൽ എല്ലാ ഭാഗങ്ങളുമുള്ള ഓർഗാനിസം, ജീവജാലങ്ങളാണ്. ഇൻ ദ ബയോളജിക്കൽ കിങ്ഡം, അതായത് ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന ജീവജാലങ്ങൾ ഉള്ള അല്ലെങ്കിൽ ജീവജാലങ്ങൾ ആണ് ഈ അനിമാലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലുള്ളത്. വിത്ത് ഫ്യൂ എക്സെപ്ഷൻ, അതിനകത്ത് ചെറിയ എക്സെപ്ഷനുകൾ ഉണ്ട്, അല്ലെങ്കിൽ അവയിൽ ഉൾപ്പെടാത്തതുണ്ട്. അനിമൽസ് കൺസ്യൂം ഓർഗാനിക് മെറ്റീരിയൽസ്. അവയുടെ പ്രത്യേകത എന്താണ്? ഈ അനിമൽസ് ഓർഗാനിക് ആയിട്ടുള്ള, അതായത് മറ്റ് ജീവജാലങ്ങളുടെ പദാർത്ഥങ്ങളെ എന്ത് ചെയ്യുന്നു? കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ അവയെ ആഹരിക്കുന്നു. ബ്രീത്ത് ഓക്സിജൻ, അവ രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്താണ്? ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്സിജനെ ആഗിരണം ചെയ്യുന്നു. മൂന്നാമതായിട്ട് കാര്യം എന്താണ്? ഹാവ് മയോസൈറ്റിസ്. എന്താണ് മയോസൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മസിൽ സെൽസ് ഓൾസോ നോൺ ആസ് മയോസൈറ്റ്, അതായത് അവയ്ക്ക് മസിൽ സെല്ലുകളുണ്ട്. ആൻഡ് ആർ ഏബിൾ ടു മൂവ്, അവയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. അതായത് അവ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനചലനം ഉണ്ടാക്കുന്നു. ഇനി അടുത്തതായിട്ട് എന്താണ്? റീപ്രൊഡ്യൂസ് സെക്സ്വലി, അവ എന്ത് ചെയ്യുന്നു? പ്രത്യുൽപാദനം നടത്തുന്നു. എങ്ങനെ? സെക്സ്വലി, അല്ലെങ്കിൽ ലൈംഗികമായ ബന്ധത്തിലൂടെയാണ് അവ പ്രത്യുൽപാദനം നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് പേജ് നമ്പർ 142 ഒരു കൈ ചൂണ്ടിയിരിക്കുന്നതായിട്ട് കാണിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഓൺ പേജ് നമ്പർ 142 ഇൻഡിക്കേറ്റേഴ്സ്. ഒന്നാമതായിട്ട് ഇൻഡിക്കേഷനിൽ തന്നിരിക്കുന്ന ഏതാണ്? കോൺട്രിബ്യൂഷൻ ഓഫ് കാർൽ വൗസ് ഇൻ ടാക്സോണമി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വർഗീകരണ ശാസ്ത്രത്തിൽ കാർൽ വൗസിൻ്റെ സംഭാവനയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടാക്സോണമി എന്ന് വെച്ചാൽ വർഗീകരണ ശാസ്ത്രം എന്നാണ്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ സംഭാവന. ഓഫ് കാർൽ വൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർൽ വൗസിൻ്റെ. അപ്പം കാർൽ വൗസിൻ്റെ സംഭാവന എന്താണ് വർഗീകരണ ശാസ്ത്രത്തിൽ എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. ഓക്കെ, അതിന് ഉത്തരമായിട്ട് എഴുതാം. ടാക്സോണമി ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ആൻഡ് എക്സ്റ്റിങ്ക്ട് ഓർഗാനിസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയതുമായിട്ടുള്ള, അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചതുമായിട്ടുള്ള ഓർഗാനിസം, അല്ലെങ്കിൽ ജീവജാലങ്ങളെ തരംതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ വർഗീകരിക്കുന്നു. ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടേഴ്സ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ തരംതിരിക്കുന്നത്? ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടേഴ്സ്. അവയുടെ സ്വഭാവം എന്തിൻ്റെ പുറകിലാണോ, എന്തിൻ്റെ മുകളിലാണോ അവയുടെ സ്വഭാവം ഒരുപോലെയുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സച്ച് ആ സ്ട്രക്ചർ, അവയുടെ രൂപഘടന, ഒറിജിൻ, അവയുടെ ആരംഭം, അതുപോലെ തന്നെ ബിഹേവിയർ, സ്വഭാവം, ജനിതക സ്വഭാവം, ആൻഡ് ബയോകെമിസ്ട്രി, അവയുടെ ശരീരത്തിലുണ്ടാകുന്ന ബയോകെമിസ്ട്രി, അതായത് ശരീരത്തിലുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആണ് ജീവജാലങ്ങളെ എന്ത് ചെയ്യുന്നത്? ടാക്സോണമിയിലൂടെ വർഗീകരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണ്. അപ്പം ഇത് എന്താണ് ഈ ടാക്സോണമി എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടാക്സോണമി ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ആൻഡ് എക്സ്റ്റിൻക്ട് ഓർഗാനിസം. അതായത് ടാക്സോണമി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായിട്ടുള്ള ജീവജാലങ്ങളെ തരംതിരിക്കുന്നതാണ്. ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും, അതുപോലെ അവയുടെ രൂപത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിലും, ഒറിജിൻ, അവയുടെ ആരംഭത്തിൻ്റെ അടിസ്ഥാനത്തിലും, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബിഹേവിയറും ജനിത സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിലും, ആൻഡ് ബയോകെമിസ്ട്രി, അവയുടെ ശരീരത്തിലുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും. ഓക്കെ, ഇനി കാർൽ വൗസിൻ്റെ സംഭാവനയായിട്ട് ഹി ഇൻവെൻറ്റഡ് ദ ഫോളോയിങ് ടാക്സോണമി സിസ്റ്റം ഇൻ ദ ഫോളോയിങ് മാനർ. അദ്ദേഹം എന്ത് ചെയ്തു? താഴെ പറയുന്ന രീതിയിൽ ടാക്സോണമിക് സിസ്റ്റത്തെ കണ്ടെത്തുക, അല്ലെങ്കിൽ വിഭജിച്ചു. ഏതാണ്? ത്രൂ സയൻറ്റിഫിക് ഒബ്സർവേഷൻ. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എടുത്ത മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ നിരീക്ഷണം. ഹി റിയലൈസ്ഡ് ദാറ്റ് മൈക്രോ ഓർഗാനിസംസ് ആർ ഡിസ്റ്റിൻക്ട് ഫ്രം ബാക്ടീരിയ. ഈ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. മൈക്രോ ഓർഗാനിസം, അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവജാലങ്ങൾ, ചില ജീവജാലങ്ങൾ ബാക്ടീരിയയിൽ നിന്നും വ്യത്യാസമാണ്. ഡിസ്റ്റിങ്ക്ട് ഫ്രം ബാക്ടീരിയ, ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണ്. ഓക്കെ, ഹി ഓൾസോ നോട്ടഡ് ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഓർഗാനിസം. ഇത്തരത്തിൽ ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഘടനയെ അദ്ദേഹം പഠിച്ചു. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തി ഓർഗാനിസം. ആൻഡ് ദെയർ ഡൈവേഴ്സ് അഡാപ്ഷൻ ഫോർ സർവൈവിങ് ദ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. അതുപോലെ തന്നെ ഈ ജീവജാലങ്ങൾക്ക് വ്യത്യസ്ത, അല്ലെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിച്ചു പോകുവാൻ എന്നുള്ള അതിൻ്റെ ആ കഴിവിനെയും അദ്ദേഹം കണ്ടെത്തി. ഹി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ജനറ്റിക് മെറ്റീരിയൽസ് ഓഫ് സച്ച് ഓർഗാനിസം വെർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ബാക്ടീരിയ. അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്താണ്? ഇത്തരത്തിൽ വ്യത്യസ്തമായ, അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുവാനായിട്ട് കഴിയുന്ന ഈ ജീവജാലങ്ങളുടെ ജനറ്റിക് സ്വഭാവം, ജനിതകശാസ്ത്രപരമായിട്ട് ബാക്ടീരിയയിൽ
ബാക്ടീരിയയിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നുള്ള ഒരു തിരിച്ചറിവും അദ്ദേഹത്തിന് കിട്ടി. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് ഹി ക്ലാസിഫൈഡ് കിങ്ഡം മൊറേന ഇൻ ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം മൊറേനയെ അദ്ദേഹം എന്തായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചു. നെയ്മിലി ബാക്ടീരിയ, രണ്ടാമത്തേത് ആർക്കിയ. അദ്ദേഹം എന്താണ് ചെയ്തത്? കിങ്ഡം മൊറേനയെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് ബാക്ടീരിയ എന്നും രണ്ടാമത്തേന് ആർക്കിയ എന്നുമാണ്. ആൻഡ് ഫർദർ ഇൻക്ലൂഡഡ് അനദർ ക്ലാസിഫിക്കേഷൻ ലെവൽ കോൾഡ് ഡൊമൈൻ എബവ് ദ കിങ്ഡം. അതിനുശേഷം അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷൻ ലെവൽ കൂടെ കൂട്ടച്ചേർത്തു. ഫർദർ ഇൻക്ലൂഡഡ്, അതായത് ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു. ഏതാണത്? അതിൻ്റെ പേരെന്താണ്? ഡൊമൈൻ എബവ് കിങ്ഡം, അതായത് മറ്റുള്ള കിങ്ഡങ്ങൾക്ക് മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ ഡൊമൈൻ എബവ് കിങ്ഡം. ഓക്കെ, ഓർഗാനിസംസ് ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡംസ് വെർ ഓർഗനൈസ്ഡ് ഇൻ ടു ദിസ് 3 ഡൊമൈൻസ്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ ജീവജാലങ്ങളെയും, 6 കിങ്ഡത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഈ ഡൊമൈൻ കിങ്ഡത്തിലേക്ക് അദ്ദേഹം ഈ 3 എണ്ണത്തിലേക്ക് ആക്കി അദ്ദേഹം തരംതിരിച്ചെടുത്തു. ദീസ് വെർ നെയ്മഡ് ആസ് ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ ആൻഡ് ഡൊമൈൻ യുക്കരിയ. അദ്ദേഹം എന്ത് ചെയ്തു? എന്നിട്ട് ഇവയെ ഡൊമൈൻ ബാക്ടീരിയ എന്നും ഡൊമൈൻ ആർക്കിയ എന്നും ഡൊമൈൻ യുക്കരിയ എന്നും അദ്ദേഹം എന്ത് ചെയ്തു? വിളിച്ചു. ദിസ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് കാൾ വൗസ് ഇൻ ടാക്സോണമി. ഇതാണ് കാൾ വൗസിൻ്റെ ടാക്സോണമിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നു.